ഇപ്പോൾ വരുന്ന വാർത്ത ഡൽഹി സ്ഫോടനത്തിൽ ഒരാൾ കൂടി മരിച്ചു എന്നുള്ളതാണ്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 13ആയി. LNGP ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ബിലാൽ ആണ് മരിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിനിത വിജി ഒരുങ്ങുമ്പോൾ ചേർന്നു. വിനിത, സ്ഫോടനത്തിൽ അത്രത്തോളം ഗുരുതരമായ പരിക്കേറ്റ പല ആളുകളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ആളായിരിക്കുമല്ലേ ബിലാൽ? തീർച്ചയായും ഹാഷ്മി, അങ്ങനെയാണ്. ഗുരുതരമായി പരിക്കേറ്റ് LNGP ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇയാൾ ബിലാലാണ് എന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് മരണം സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പ്രാഥമിക വിവരമാണ്. ഇതോടുകൂടി മരിച്ചവരുടെ എണ്ണം 13ആയി എന്നാണ് പറയുന്നത്. ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഈ പരിക്കേറ്റ ആളുകളെ LNGP ആശുപത്രിയിലേക്ക് അവരെ അവിടെ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്ന ആളാണ് മരിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. LNGP ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ബിലാൽ എന്ന ആളാണ് മരിച്ചത്. ഇയാളെ ഇപ്പോൾ ബിലാലാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹാഷ്മി. ഓക്കെ, ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചതോടുകൂടി മരണസംഖ്യ 12 എന്നുള്ളത് 13ലേക്ക് ഉയരുകയാണ്. 13 തന്നെ നിൽക്കട്ടെ എന്നാഗ്രഹിക്കാനുള്ള കഴിയും. കൂടുതൽ പേർ പരിക്കേറ്റ LNGP ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ട് താനും. എന്തായാലും അതൊരു വലിയ പ്ലോട്ടായിരുന്നു. ആ പ്ലോട്ട് യഥാർത്ഥത്തിൽ തകർക്കപ്പെടുകയാണ്. ഈ പറയുന്ന ഇയാൾ 3 മണിക്കൂറോളം ഉണ്ടായിരുന്നു ആ പാർക്കിംഗ് സ്ലോട്ടിൽ കാറിൽ നിറങ്ങാൻ ഡോക്ടർ ഉമർ നബി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തിനാണ് അയാൾ കാറിൽ നിന്ന് ഒരിക്കൽ പോലും ഇറങ്ങാതെ 3 മണിക്കൂർ ആ പാർക്കിംഗ് സ്ലോട്ടിൽ കാറിനുള്ളിൽ ചെലവഴിച്ചത്? എന്തായിരുന്നു അതിനകത്തപ്പോൾ അയാളുടെ ആലോചന? മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ? അതോ ഇനി പാർക്കിംഗ് സ്ലോട്ടിൽ തന്നെ പൊട്ടിക്കാനായിരുന്നോ പ്ലാൻ? അത് ഇറങ്ങിയ സാഹചര്യം എങ്ങനെയാണ്? കുറേയധികം ചോദ്യങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാതെ ബാക്കിയാണ്. അന്വേഷണ വഴിയിൽ തെളിയുമെന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.